സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഞാൻ എങ്ങനെ മതം ഉപേക്ഷിച്ചു ഏഹ്, എന്ന് പറയാനാണ്, അല്ലെങ്കിൽ എങ്ങനെ ഒരു അവിശ്വാസിയായി എന്ന് പറയാനാണ് ഒരുങ്ങുന്നത്. ഞാൻ ജനിച്ചു വളർന്ന ഒരു ഹിന്ദു പശ്ചാത്തലത്തിലാണ്. ആ ഹിന്ദു പശ്ചാത്തലത്തിൽ അതിൻ്റേതായ എല്ലാ ചുറ്റുവട്ടങ്ങളും, എല്ലാ ആഘോഷങ്ങളും, എല്ലാ ക്ഷേത്രങ്ങളും കയറി ഇറങ്ങി നടന്ന ഒരു ചുറ്റുപാടായിരുന്നു. പക്ഷെ അന്ന് ഈ വിശ്വാസത്തോട് വളരെ നീതി പുലർത്തുന്ന ഒരു രീതി തന്നെയാണ് ഞാൻ അവലംബിച്ചിരുന്നത്. 100% ഒരു ഭക്തനായി മാറുക, ദൈവത്തെ നേരിട്ട് കാണുക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചിന്തയാണ് എന്നെ അങ്ങനെ കൊണ്ടെത്തിച്ചത്. അതിനോടൊപ്പം എനിക്ക് എൻ്റെ ഒരു ഇഷ്ടദേവൻ എന്നുള്ള നിലയ്ക്ക് ശ്രീകൃഷ്ണനെയാണ് ഞാൻ കണ്ടത്. അദ്ദേഹമായിട്ട് നേരിട്ട് സംവദിക്കണം, കൃഷ്ണനെ കാണണം എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട്. അങ്ങനെ ഒത്തിരി പറഞ്ഞു കേട്ട കഥകളും ഒക്കെ അനുസരിച്ച് ഞാൻ കൃഷ്ണനെ നേരിട്ട് കാണാൻ തന്നെ തീരുമാനിക്കുകയും എൻ്റെ തൊട്ടടുത്തുള്ള വാസുദേവപുരം എന്ന് പറയുന്ന ഒരു അമ്പലത്തിൽ സ്ഥിരമായി പോവുകയും ഒക്കെ ചെയ്തു വരികയും അവസാനം അതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തിയിൽ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. എനിക്ക് ദൈവത്തെ ഒരിക്കലും നേരിട്ട് കാണാൻ കഴിയില്ല. അതിനോടൊപ്പം എൻ്റെ പ്രായം മുന്നോട്ട് പോകുന്നു. ഏതാണ്ട് ഒരു 18 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് വളരെ ആഭിമുഖ്യം പുലർത്തിയിരുന്നതാണ്. ഏതാണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ SFIക്കാരനാണ്. ആ സാഹചര്യങ്ങളിൽ ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടുള്ള ഒരു അടുപ്പം ഈ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെയുള്ള ഒരു വലിയ പോരാട്ടത്തിൽ എന്നെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ആ പോരാട്ടത്തിൻ്റെ ഒരു പരിസമാപ്തിയിൽ ഏതാണ്ട് ദൈവത്തെ ഉപേക്ഷിച്ചില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ എത്തുന്നു. ഏതാണ്ട് അമ്പലങ്ങളോടും ആരാധനകളോടും ഒക്കെ തന്നെ ഞാൻ വിട പറയുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ ഞാനൊരു റിബലായി പൊതുവെ എന്നെ പൊതുജനം അടയാളപ്പെടുന്നു, വീട്ടിലുള്ളവർ അടയാളപ്പെടുത്തുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ 20ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ മരിക്കുന്നു. അച്ഛനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അച്ഛൻ ഭയങ്കര കാർക്കശ്യക്കാരനായിരുന്നു, എക്സ് മിലിറ്ററി ആയിരുന്നു. എന്നിരുന്നാലും യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത വളരെ ഹാർഡായിട്ടുള്ള ഒരു നേച്ചറായിരുന്നെങ്കിൽ പോലും എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടമായി. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള മരണം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു. അതിനിടയ്ക്ക് ഈ വിശ്വാസം കുറഞ്ഞിരിക്കുമ്പോഴാണെങ്കിൽ പോലും എനിക്ക് ഈ സർവശക്തനായ ദൈവത്തിന് നമ്മുടെ അച്ഛനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ എന്നെ ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒഴിവാക്കാനോ ഒന്നും കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രതിഷേധവും ഒക്കെ ശക്തമാകുന്നു. അച്ഛൻ്റെ മരണശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് ഏറെ ദുർഘടമായിരുന്നു, വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. ഏതാണ്ട് കുടുംബഭാരം എൻ്റെ തലയിൽ എത്തി. ദൈവത്തോട് വെറുപ്പായി, ഒപ്പം ജാതി മതം ഒരു ഭാരമായിട്ട് എനിക്ക് തോന്നുന്ന അവസ്ഥയെത്തി. തുടർന്ന് ഞാൻ ഈ ജാതിയോടും മതത്തോടും ദൈവത്തോടും കലഹിച്ച് നിൽക്കുന്ന ഒരവസരമാണ്. അന്നേരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകുന്നു. എനിക്ക് 23ാമത്തെ വയസ്സിൽ സർക്കാർ ജോലി കിട്ടി. സ്വന്തം വരുമാനമായി എനിക്ക് നിലനിൽക്കാം, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാം എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഏറെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി, ഏറെ പുസ്തകങ്ങൾ വാങ്ങി തുടങ്ങി. ആ അന്വേഷണത്തിൽ എനിക്ക് വീണ്ടും പരബ്രഹ്മത്തെ അന്വേഷിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ വേദാന്തത്തെ പറ്റിയിട്ടുള്ള ചില അറിവുകളും ഒക്കെ കിട്ടുന്നു. അപ്പം ഇന്നലെ വരെ കണ്ട ദൈവമല്ല, അതിൽ നിന്ന് മെച്ചപ്പെട്ട മറ്റൊരു ദൈവമാണ് പരബ്രഹ്മം, പരമമായ അറിവാണ്. അതിനെ അന്വേഷിക്കാൻ തുടങ്ങി. സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസി, വാഗ്ഭടാനന്ദൻ്റെ നിത്യചൈതന്യയുടെയും കെ ദാമോദരൻ്റെയും EMSൻ്റെയും ഒക്കെ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുന്നു. അവിടെ എങ്ങും ആത്മാവിനെയോ ബ്രഹ്മത്തെയോ കണ്ടെത്താൻ കഴിയുന്നില്ല. അതിനുശേഷം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അംഗമാകുന്നു. അത് 1977 ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അംഗമാകുന്നത്. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. എനിക്ക് അംഗത്വം തരുന്നത് മുല്ലനെഴിയും ചേറൂർ ശങ്കരൻ മാഷും അതുപോലെ പാടൂക്കാട് മുരളിയേട്ടനും അടങ്ങുന്ന ഒരു ടീമാണ് എനിക്ക് അംഗത്വം തന്നത്. ഏറെ പുസ്തകം വായിക്കാനുള്ള
സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. പരിണാമം, ജീവോൽപത്തി, ജ്യോതിശാസ്ത്രം, കോസ്മോളജി എന്നു വേണ്ട മനുഷ്യ ശരീരം തുടങ്ങി ഒത്തിരി കാര്യങ്ങളുടെ പുതിയ അറിവുകൾ ഉണ്ടാകുന്നു. പുസ്തകം എൻ്റെ ചങ്ങാതിമാരായി മാറുന്ന ഒരവസ്ഥയെത്തി. ഞാനൊരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ നന്നായി ഗ്രഹിക്കുന്ന ഒരാളായി മാറുന്നു. പക്ഷേ അന്നേരത്തെ എൻ്റെ ഒരു പൊസിഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഗ്നോയിസ്റ്റ് അല്ലെങ്കിൽ ആഗ്നേയവാദി എന്നുള്ളൊരു പൊസിഷനിലേക്ക് ഞാൻ എത്തുന്നുണ്ട്. ബാല്യകാലം എനിക്കുണ്ടായിരുന്നത്, എൻ്റെ പഠനം 1 മുതൽ 5 വരെ ഉണ്ടായിരുന്നത് കോൺവെൻറ്റിലായിരുന്നു. ആ കോൺവെൻറ്റിലെ പഠനം എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. കോൺവെൻറ്റിൽ എന്നെ പഠിപ്പിച്ചത് മൊത്തത്തിലും കന്യാസ്ത്രീകളാണ്. അതാണ് വളരെ രസകരമായ കാര്യം. മുഴുവൻ അധ്യാപകരും കന്യാസ്ത്രീകളായി. പക്ഷേ എനിക്ക് അവരെ ഏറെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ കന്യാസ്ത്രീകൾ കടന്നു വരുന്നത് ഈ പള്ളിപ്പറമ്പിലൂടെ കടന്നു വരുമ്പോഴത്തേക്ക് അവരുടെ ഈ ഗൗണിൻ്റെ അറ്റത്ത് മുഴുവൻ സ്നേഹപ്പുല്ല് കയറിയിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ, ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചുറ്റുമിരുന്ന് ഈ അവരുടെ ഗൗണിൽ നിന്ന് ഈ സ്നേഹപ്പുല്ല് പറിച്ചു മാറ്റുക. അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. അതിൽ എനിക്കൊരു തയ്യൽ ടീച്ചറുണ്ടായിരുന്നു. ആ തയ്യൽ ടീച്ചർ ഇടവേളകളിൽ വന്നിട്ട് എന്നോട് ഞങ്ങളോട് ഒത്തിരി കഥകൾ പറഞ്ഞു തരുന്നയാൾ. ഈ പറഞ്ഞു തന്നിരുന്ന കഥകൾ ഒട്ടുമുക്കാലും വന്നിരുന്നത് ബൈബിളിൽ നിന്നാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയോട് വളരെ അടുപ്പം തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒത്തിരി ക്രിസ്ത്യാനി സുഹൃത്തുക്കളുണ്ടാകുന്നു. ഞാൻ ജീവിച്ചു വളർന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തീയ പരിസരമായിരുന്നു. അവിടെയും ഒത്തിരി ചോദ്യങ്ങൾ എൻ്റെ മുമ്പിൽ വരുന്നുണ്ട്. ഈ അതിനുള്ള ഉത്തരം അന്വേഷിച്ച് ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ കാണുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്നും തൃപ്തി വരുന്ന ഒരു ചോദ്യവും ഉത്തരവും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അവിടെ എൻ്റെ മുമ്പിൽ വന്ന പ്രധാനപ്പെട്ട ചോദ്യം തൃത്വം ആണ് ഏറെ പ്രശ്നക്കാരനായി മാറിയത്. അതുപോലെ തന്നെ സ്വർഗവും നരകവും, ദൈവം നടത്തിയ കൂട്ടക്കുരുതി, കന്യാമറിയത്തിൻ്റെ പ്രസവം, അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രക്തക്കൊതിയനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൻ്റെ ഭാഗവും അത്യാവശ്യം ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന് പറയുന്നതാണ് ശരി. ഇതൊക്കെ എൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ 2 ദൈവങ്ങളെ ഉപേക്ഷിച്ചപ്പോഴാണ് ഇസ്ലാമിനെ പറ്റി ഒരു അന്വേഷണം നടത്താം എന്ന് ഞാൻ വിചാരിക്കുന്നു. അള്ളാഹുവിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് ആലപ്പുഴയിൽ ഔദ്യോഗിക ജീവിതവുമായി എത്തുമ്പോഴാണ് ഇസ്ലാം മതത്തെ അടുത്തറിയുന്നതിനുള്ള ഒരു അവസരം ലഭിച്ചത്. അക്കാലം മുഴുവൻ ഞാൻ ഒരു ദൈവനിഷേധിയായി മുന്നോട്ട് പോകുന്ന സമയമാണ്. സ്വയം ഞാൻ തന്നെ എന്നെ അടയാളപ്പെടുത്തിയ ഞാനൊരു ദൈവനിഷേധി എന്നുള്ള നിലയ്ക്കായിരുന്നു. പൂർണ്ണമായും എല്ലാ മതചടങ്ങുകളിൽ നിന്നും പ്രാർത്ഥനകളിൽ നിന്നും ഒക്കെ അകലം സൂക്ഷിച്ചിരുന്നു. സർവീസിൽ കയറിയ കാലം തുടങ്ങി NGO യൂണിയൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. കൂടാതെ പരിഷത്ത് പ്രവർത്തനങ്ങളിൽ സജീവത പ്രകടിപ്പിച്ചിരുന്നു. പൂക്കാസ തുടങ്ങിയിട്ടുള്ള സാംസ്കാരിക സംഘടനകളിൽ അംഗത്വവും അതിൻ്റെ ഭാരവാഹിത്വവും ഉണ്ടായിരുന്നു. എല്ലാം കൂടി ചേർന്ന് ജീവിതം, ജനനവും മരണവും എന്നുള്ള കാര്യങ്ങളെ ഒക്കെ അന്വേഷിച്ചു പോവുകയും അവസാനം രാഷ്ട്രീയമായി തന്നെ മറ്റൊരു ഭാഗത്തേക്ക് മാറി ചിന്തിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. അത്യാവശ്യം മനസ്സിലൊരു നക്സൽ തോട്ട്സ് അല്ലെങ്കിൽ നക്സൽ ചിന്താഗതികൾ വരുന്ന കാലഘട്ടം കൂടിയായിരുന്നു അതെല്ലാം. ഇവിടെയാണ് മറ്റൊരു കഥയുടെ വഴിത്തിരിവ് സംഭവിക്കുന്നത്. മുൻപ് പറഞ്ഞ പോലെ ഒക്കെ ആണെങ്കിലും ഞാൻ എൻ്റെ സ്ഥാപനത്തിലേറെ പ്രിയപ്പെട്ടവനാണ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, ആലപ്പുഴയിലെത്തി. ആലപ്പുഴയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. ആ സ്ഥാപനത്തിൽ മറ്റ് ജീവനക്കാർക്ക് എന്നോട് ഏറെ താല്പര്യമായിരുന്നു. ഞാൻ വളരെ സ്വീകാര്യനായിരുന്നു, ജനസമ്മതനായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീ, മദ്യം എന്നീ വിഷയങ്ങളിൽ നിന്നും അകലം സൂക്ഷിച്ചിരുന്ന ഒരു പ്യൂരിറ്റനായ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കൊക്കെ എന്നെ കാണാൻ തുടങ്ങി. പെട്ടെന്നാണ് അവിടെ ഈ കഥയിലൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. പുതിയ സ്ഥാപനത്തിൽ പകുതിയോളം പേർ മുസ്ലിം സഹോദരന്മാരായി. ആദ്യമൊക്കെ എന്നോട് ഏറെ സ്നേഹം ആയിരുന്നു, ഏറെ ഇഷ്ടമായിരുന്നു. ഞാൻ ജോലി ചെയ്തിരുന്നത്
വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണെന്ന് തന്നെ ഞാൻ സൂചിപ്പിച്ചത്. അവിടെ ഈ പ്രഭാത പ്രാർത്ഥന നിത്യമായിരുന്നു. പക്ഷെ ഞാൻ ഈ പ്രഭാത പ്രാർത്ഥനയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല, ഞാൻ ആ സമയത്ത് സ്റ്റാഫ് റൂമിൽ ഇരിക്കുകയും പ്രാർത്ഥന ഒഴിവാക്കുകയും ചെയ്തു. ഞാനൊരു നിരീശ്വരവാദിയാണ് എന്ന് ഏതാണ്ട് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും തിരിച്ചറിയുന്നു. പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായ എന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. മുസ്ലിം സഹോദരന്മാർ എനിക്കെതിരെ സംഘടിതമായി മാറാൻ തുടങ്ങി. അവരെന്നെ ഉപദേശിക്കാൻ തുടങ്ങി. ഉപദേശിച്ചിട്ട് ഫലമില്ല എന്നറിഞ്ഞ് പ്രതിഷേധത്തിൻ്റേതായ മാർഗങ്ങൾ അവർ സൂചിപ്പിച്ചു തുടങ്ങി. കാരുണ്യത്തിൻ്റെ വഴി തെളിഞ്ഞ് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഖുർആൻ വായിക്കണം, ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാതിരി ചിന്തകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമെന്നൊക്കെ എന്നെ ചില മുസ്ലിം സുഹൃത്തുക്കൾ ഉപദേശിച്ചു. അപ്പം ഞാൻ എന്തായാലും അതൊന്നും തള്ളിക്കളയാൻ തയ്യാറാവാതെ അന്ന് തന്നെ തീർച്ചപ്പെടുത്തി ഒരു ഖുർആൻ പരിഭാഷ വാങ്ങുക. ഇന്നും ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഖുർആൻ പരിഭാഷ വാങ്ങുന്നു, കൃത്യമായി അത് വായിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അരോചകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ ഒരു വായന സുഖം തരാത്തൊരു പുസ്തകമാണ് ഖുർആൻ. അത് വായിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നുമില്ലെന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞു. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് കായംകുളത്തെ പ്രമുഖനായ ഒരു ഖുർആൻ പണ്ഡിതൻ മുട്ടാണിശ്ശേരി കോയാക്കുട്ടിയെ പരിചയപ്പെടുന്നു. അദ്ദേഹവുമായി ഞാൻ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നു. പക്ഷെ അന്നേരം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇദ്ദേഹം നമ്മൾ വായിച്ച ഖുർആനിൽ നിന്നും ഇവിടെ ആചരിക്കുന്ന ഖുർആനിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഈ കോയാക്കുട്ടി സാഹിബ് മുന്നോട്ട് വെക്കുന്നതെന്ന് മനസ്സിലായി. അന്നാണ് എനിക്ക് ഈ ഹദീസ് എന്ന് പറയുന്ന മറ്റ് ചില ഗ്രന്ഥങ്ങളുണ്ടെന്നും അത് നബിചര്യകളെ പറ്റി പറയുന്നതാണെന്നൊക്കെ ഉള്ള ഒരു പുതിയ അറിവുണ്ടായി. ഈ ഏതാണ്ട് ഖുർആൻ വായനയ്ക്ക് ശേഷം നമ്മുടെ ഇസ്ലാം സഹോദരന്മാരോട് അത്യാവശ്യം കിതാബിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പല കാര്യങ്ങളും തർക്കിക്കേണ്ടി വരുന്നു, ചോദ്യം ചോദിക്കേണ്ടി വരുന്നു. അവർ പറയുന്ന കിതാബിലെ ചില ആയത്തുകളും സൂറത്തുകളൊക്കെ ഞാൻ വിമർശിക്കപ്പെടുന്നു. ഇതൊന്നും സത്യം പറഞ്ഞാൽ അവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. മറിച്ച് എന്നെ ശത്രുവിൽ നിന്ന് മഹാശത്രുവിലേക്ക് മാറ്റുന്ന ഒരവസ്ഥയാണ് എനിക്കുണ്ടായത്. പിന്നീടുണ്ടായതെന്നൊക്കെ പറയുന്നത് വിവരിക്കാൻ പോലും പറയാൻ പറ്റാത്ത അത്ര ദുഃഖകരമായ അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവിട്ടു. എൻ്റെ മനോവിഷമം അത്യധികം വലുതായിരുന്നു. എനിക്കെതിരെയുള്ള ആക്രമണത്തിൽ അവർ അത്യാവശ്യം കള്ളുകുടിയന്മാരെയും അതുപോലെ തന്നെ വളരെ സാമൂഹ്യ നീതിക്ക് നിരക്കാത്ത രൂപത്തിൽ നിൽക്കുന്നവരെ അടക്കം അവരുടെ ഒപ്പം ചേർത്തുകൊണ്ടായിരുന്നു അവരുടെ യുദ്ധം. അവസാനിക്കുന്നത് എൻ്റെ ഒരു സ്ഥലം മാറ്റത്തിലും ഒക്കെയാണ്. ആ സ്ഥലം മാറ്റം എന്നെ ഏറെ ദുഃഖിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു. അതിനെ തുടർന്ന് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളെ ഞാൻ നേരിടേണ്ടി വന്നു. തുടർന്ന് എൻ്റെ വിവാഹം നടക്കുന്നുണ്ട്. ആ വിവാഹത്തിന് ശേഷം ഞാൻ ഒരു യുക്തിവാദിയായി തന്നെ മുന്നോട്ട് പോവുകയും എൻ്റെ പഠനങ്ങളും എൻ്റെ അന്വേഷണങ്ങളും മുമ്പോട്ട് പോകുമ്പോൾ ഒരിക്കലും എനിക്ക് ഒരു വിശ്വാസത്തെ ന്യായീകരിക്കാവുന്ന ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിൽക്കാലത്ത് ഞാനൊരു ലെഫ്റ്റ് ലിബറൽ ഫ്രീ തിങ്കറായി മാറുകയാണ് ചെയ്തത്. അങ്ങനെ ഞാനിന്ന് ആ പാത പിന്തുടരുന്ന ഒരാളായി മാറും. അപ്പം സ്വാഭാവികമായി നമ്മളോട് മതം ഉപേക്ഷിച്ച ആൾക്കാരോട് ഒരു ചോദ്യം ചോദിക്കാം. മതം ഉപേക്ഷിച്ചാൽ പോരെ, എന്തിനു വിമർശിക്കണം? എന്നെ സംബന്ധിച്ചിടത്തോളം വിമർശിക്കുക തന്നെ വേണം എന്നുള്ള അഭിപ്രായക്കാരാണ്. ഒരാൾ മതം ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നഷ്ടപ്പെടുന്നതല്ല. മറിച്ച് ഏറെ പണിപ്പെട്ട് പഠിച്ച് മതവും ജാതിയും ദൈവവും ഒക്കെ വേണ്ട എന്ന് തീരുമാനിച്ച് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാറിയ വസ്ത്രം മാറി പുതുവസ്ത്രം ധരിച്ച് സമൂഹത്തിലേക്ക് വരുന്ന ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുറത്തിറങ്ങുന്ന ആധുനിക മനുഷ്യനെ ഈ നാറിയ സമൂഹം സഹജീവിയായി പോലും പരിഗണിക്കാറില്ല. അതിനുള്ള ഒരു മാന്യത പോലും കാണിക്കാറില്ല.
മാലിന്യ അഭിഷേകം നടത്തുക എന്നത് തന്നെയാണ് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു സ്വഭാവം. അവിടെ നമ്മൾ ആക്രമിക്കപ്പെടുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായി മതവിമർശനം നടത്തും, അതിനോട് പ്രതിഷേധിക്കും. നമ്മളെ ഒരു കുഷ്ഠരോഗിക്ക് തുല്യമായാണ് കാണുന്നത്. കടന്നാക്രമിക്കുക, ഏതു സാഹചര്യം കിട്ടിയാലും അത് നഷ്ടപ്പെടുത്താതെ അവർ ഉപയോഗപ്പെടുത്തും. ഈ സാഹചര്യത്തിൽ പ്രതിഷേധിക്കണം, പ്രതികരിക്കണം. അവിടെ പിടിച്ചു നിന്ന് പിന്നെ സമാധാനത്തിൻ്റെ മനോസുഖത്തിൻ്റെ ലോകം നമുക്കിനി തുറക്കും എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ പാത പിന്തുടർന്നു വരുന്ന നാസ്തികർക്കും അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്തകർക്കും നാം ഊർജം പകരണം, സത്യം അറിയണം, പാരമ്പര്യങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്ന മുഴുവൻ കാര്യങ്ങൾക്കെതിരെ ലിംഗസമത്വത്തിനായാലും അതുപോലെ തന്നെ ജനാധിപത്യത്തിന് വേണ്ടിയായാലും മതേതരത്വത്തിന് വേണ്ടിയായാലും നമ്മൾ നിലകൊണ്ടേ പറ്റൂ. അത് നമ്മൾ പറഞ്ഞേ പറ്റൂ, അതിനുവേണ്ടി വാദിച്ചേ പറ്റൂ. ഇതാണ് എൻ്റെ അഭിപ്രായം. മതവിമർശനം ചിലർക്ക് പകയായി തീർക്കലാണ്. അല്ല, അങ്ങനെയൊരു സംഭവമില്ല. ഞങ്ങളുടെ സഹജീവികളോട് എന്ത് പക? അവരുൾപ്പെടുന്ന നാമും ചെളിയിൽ ഇരുട്ടിൽ കിടക്കുന്ന കാലം ഓർമ്മിച്ചു പോകുന്നു. രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന രക്ഷയ്ക്കുള്ള മാർഗം കാട്ടിക്കൊടുക്കുന്നു എന്ന് മാത്രമാണുള്ളൂ. രക്ഷപ്പെടുക എന്നത് ഏറെ വേദനാജനകമാണ്. അത് കഴിഞ്ഞുള്ള ജീവിതം ആനന്ദകരവുമാണ്. നാം ഉറക്കെ പറയണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. സ്വതന്ത്ര ചിന്ത പക തീർക്കലിൻ്റെ മാർഗമല്ല. മതത്തിൽ പകയും വിദ്വേഷവും പക തീർക്കലും മാത്രമാണ് മതത്തിൻ്റേതായ രീതി. മതം ഉപേക്ഷിച്ചപ്പോൾ, അവിശ്വാസിയായപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ നെഗറ്റീവായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അത് പറയാതിരിക്കാൻ പറ്റില്ല. ജാതി മതപക്ഷത്ത് തീവ്രമായി നിൽക്കുന്ന ബന്ധുക്കൾ, അന്യമതക്കാർ ഉൾപ്പെടെയുള്ള മതവിശ്വാസികൾ സൗഹാർദ്ദത്തിന് ലുബ്ധ കാണിക്കാൻ തുടങ്ങുന്നു. ചിലർ സൗഹാർദ്ദം തന്നെ ഉപേക്ഷിക്കുന്നു. ചില കോണുകളിൽ നിന്നും വെല്ലുവിളികളും ഭീഷണികളും നമുക്കെതിരെ ഉയരുന്നു. സ്വന്തം അനുഭവം കൂടി പറഞ്ഞ് പോകാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ഈഴവ സമുദായത്തിലാണ് ജനിച്ചത്. എൻ്റെ കുട്ടിക്കാലം SNDP മാനേജ്മെൻറ്റ്, എൻ്റെ കൂട്ടുകാരി, കുട്ടിക്കാലമല്ല എൻ്റെ കൂട്ടുകാരി SNDP മാനേജ്മെൻറ്റ് സ്കൂളിലെ അധ്യാപികയായി ജോലി ചെയ്തിരുന്നു. സാമുദായിക സംഘടന SNDPയിൽ നിന്ന് അകന്നു നിന്നതിനാൽ ഏറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ഹൈക്കോടതിയിൽ ഒരേ സമയം 3 കേസ് നടത്തേണ്ടി വന്നു. വീട്ടുകാരിയെ സ്ഥലം മാറ്റിയും 2 വർഷം ശമ്പളം തരാതെ പീഡിപ്പിച്ചും കേസ് അനുകൂലമായി വിധി വന്നിട്ട് പോലും ആ വിധിയെ മാനിക്കാതെ മുന്നോട്ട് പോകുന്നു. 3 വർഷം നരകതുല്യമായ ജീവിതമാണ് സത്യം പറഞ്ഞാൽ നയിക്കേണ്ടി വന്നു. ജീവിതം അത് കഴിഞ്ഞ് മക്കളുടെ കല്യാണം വന്നപ്പോൾ പോലും ഊരുവിലക്കും ബഹിഷ്കരണവും തുടരുകയും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്ന ഒരു കഥയാണ് എൻ്റെ തുടർക്കഥ. മതം ഉപേക്ഷിച്ചപ്പോൾ, അവിശ്വാസിയായപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ പോസിറ്റീവായ കാര്യം, ഞാനും കുടുംബവും സ്വതന്ത്രമായി ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും വിഴുപ്പുപാണ്ഡം ചുമക്കേണ്ടതില്ലാത്തൊരു സാഹചര്യമുണ്ടാകുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഹ്ലാദം നിറഞ്ഞ മനസ്സിൻ്റെ ഉടമസ്ഥരായി ഞാനും എൻ്റെ കുടുംബവും മാറുന്നു. ഒരു സെക്കുലറായി ജീവിക്കുന്നു. മക്കളും കൂട്ടുകാരിയും മതനിരപേക്ഷ മൂല്യങ്ങൾക്കൊപ്പം എന്നോടൊപ്പം നിൽക്കുന്നു. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ സുഖകരമായ ഒരു അനുഭവമാണ് ഈ മതവും വിശ്വാസവും ഉപേക്ഷിക്കുന്നതിലൂടെ എനിക്ക് നേടിയെടുക്കാൻ കഴിയും. ആറാമത് വരുന്ന മറ്റൊരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നത്, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ എങ്ങനെയാവണം എന്നാണ് ആഗ്രഹം എന്നുള്ളതാണ്. അത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് ജനാധിപത്യത്തിൻ്റേതാവണം, മതേതരത്വത്തിൻ്റേതാവണം, ലിംഗസമത്വത്തിൻ്റേതാവണം, അതുപോലെ തന്നെ
മതനിരപേക്ഷതയുടെയും ആവണം. ദൈവത്തിനും വിശ്വാസത്തിനൊന്നും ഇവിടെ യാതൊരു സാധ്യതയുമില്ല. ഇതാണ് എൻ്റെ പൊതുവായ ആ രൂപത്തിലുള്ളൊരു കാഴ്ചപ്പാട്. വിശ്വാസികളോട് പറയാനുള്ളത് എന്താണ്? വിശ്വാസികളോട് പറയുക എന്ന് പറയുന്നത്, ഇതൊരു മതേതര ജനാധിപത്യ സമൂഹമാണ്. ഇന്ത്യയിൽ എഴുതപ്പെട്ട ഒരു ഭരണഘടനയാണ്. ഇവിടെ അവിശ്വാസി അവകാശമുള്ള പൗരനാണ്, ശാസ്ത്രബോധമുള്ള പൗരനാണ്. അവരെ അവരുടെ ഇഷ്ടാനുസരണം ഭരണഘടനാ വിധേയമായി ജീവിക്കാൻ അനുവദിക്കണം. അതുമാത്രമാണ് പറയാനുള്ളത്. മതം ഉപേക്ഷിച്ച് പുറത്തു വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണ്? മതം ഉപേക്ഷിച്ച് പുറത്തു വരുന്നവർ ആവേശം കൊണ്ട് ആവരുത് പുറത്തേക്ക് വരുന്നത്. പഠനത്തിന് ശേഷം തൻ്റെ ദൈനംദിന പ്രവർത്തനം വിലയിരുത്താനും ശാസ്ത്രീയമായി പരിഹാരം തേടാനും കഴിയണം. ഉപേക്ഷിച്ച് തിരിച്ചു പോകേണ്ടി വന്നാൽ അവിടെ നിങ്ങൾ എന്ന വ്യക്തി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. വിശ്വാസ്യത നഷ്ടപ്പെട്ടവനും ഒറ്റുകാരനുമായി മാറുന്നു. അതുകൊണ്ട് തൻ്റെ നിലപാടുകൾ ഓരോ ദിവസവും മാറ്റുരച്ച് നോക്കി ശാസ്ത്രബോധത്തോടുകൂടി കാര്യകാരണ ബന്ധങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം. അതല്ലാത്ത പക്ഷം മതം ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല. മതം ഉപേക്ഷിക്കാതെ അവിടെ തന്നെ നിൽക്കുന്നതാണ്. മതം ഉപേക്ഷിച്ചാൽ പോരാട്ടമാണ് തൻ്റെ മുമ്പിലെന്നും അവസാന ശ്വാസം വരെ ശരി ഉയർത്തിപ്പിടിച്ച് പോരാടുക എന്നതാണ്. അത് ചെയ്തേ പറ്റൂ. അത് ഒരു മതത്തിൻ്റെയും കാഠിന്യം അനുസരിച്ച്, ഓരോ മതത്തിൻ്റെയും കാഠിന്യം അനുസരിച്ച് മാനസിക സംഘർഷം കൂടിയും കുറഞ്ഞു വരും. പരമാവധി ഇതിനെ കുറയ്ക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. എടുത്തുചാട്ടം ഒരു കാരണവശാലും നമുക്കൊന്നിനും പരിഹാരമല്ല. വരുംവരാഴിക ആലോചിച്ച് തീരുമാനം എടുക്കുക. പുറത്തു വന്നാൽ താൻ ഒറ്റയാവും. പുതിയ ഇടങ്ങൾ കണ്ടെത്തണം എന്ന് തിരിച്ചറിയണം. സെമിറ്റിക് മതം വിട്ടുവരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വതന്ത്ര ചിന്തകനായി, യുക്തിവാദിയായി പുറത്ത് എത്തുക എന്നുള്ളത് ഏറെ ദുഷ്കരമാണ്. പക്ഷേ ഏറെ പ്രയത്നിച്ചാൽ മാത്രമാണ് പുറത്തു വരാൻ കഴിയുന്നത്. പുറത്തു വന്നു കഴിഞ്ഞാൽ ഒരു പോരാട്ടത്തിൻ്റെതായ പാതയിൽ ഉറച്ചു നിൽക്കാനുള്ള മനസ്സ് ഉണ്ടാവും. പിന്നെ 10ാമത് വരുന്നൊരു ചോദ്യം ഇതാണ്: സർക്കാരിൽ നിന്നും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും നാം എന്തു പ്രതീക്ഷിക്കുന്നു? സർക്കാരിൽ നിന്നും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ജനാധിപത്യ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. എഴുതപ്പെട്ട ഭരണഘടനയുടെ പിൻബലത്തിൽ ജീവിക്കുന്നതാണ്. ഇവിടെ ഭരണഘടനാപരമായി തന്നെ ഒരു അവിശ്വാസിയായ ഒരാളിന് ഏത് രൂപത്തിലും നിലനിൽക്കാനും അവൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നതാണ്. ആ ഭരണഘടനാപരമായ എല്ലാ അവകാശങ്ങളെയും അംഗീകരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ മതപ്രീണനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ശാസ്ത്രബോധമുള്ള ഒരു നല്ല വിഭാഗം ആൾക്കാരെ വെറുപ്പിച്ച് നിർത്തിക്കൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരെ കൂടി നിങ്ങൾക്കൊപ്പം നിർത്തണം. രാഷ്ട്രീയ പാർട്ടികളുടെ പോരാട്ടത്തിൽ മതനിരപേക്ഷതയും അതുപോലെ തന്നെ അന്ധവിശ്വാസ വിരുദ്ധവുമായ കാര്യങ്ങൾ മുന്നോട്ട് വെക്കണം. അതിനു വേണ്ടുന്ന നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവണം. ഇതാണ് ആകെ കൂടി എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബൈ.